അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ കുറച്ച് ഇതായിരുന്നു, ടയേർഡായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അടുത്ത വീഡിയോ ഇടാൻ പറ്റിയത്. നമ്മൾ സോഷ്യൽ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും കൂടെ എക്സാമിനുള്ളതായിട്ടാണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. ഇനിയിപ്പം അത് വേണ്ടെങ്കിൽ തന്നെ പഠിച്ച് നമുക്കിരിക്കാം. അപ്പോൾ ഒട്ടും തന്നെ ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടാണ് നോക്കാനുള്ളത്. ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി തൊട്ടിട്ടല്ലേ പോവാം. Representative democracy or indirect democracy is a system in which the people elect their representative to govern. അതായത് ഇപ്പം പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഭരണത്തിന് വേണ്ടി അവരവരുടെ തന്നെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെയാണ്, അതായത് ജനങ്ങൾ നമ്മൾ തന്നെ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കാരെ നമ്മുടെ പ്രതിനിധിയായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിർത്തുന്ന ആ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യം എന്ന് പറയുന്നത്. The representative democracy we are familiar with began in Europe in the 18th and 19th centuries. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള ഈ ഒരു പ്രതിനിധി ജനാധിപത്യം യൂറോപ്പിലെ 18-19 നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. ഓക്കെ, 18-19 ആ രണ്ട് നൂറ്റാണ്ടുകളിലായിട്ടാണ് ഇത് ആരംഭിച്ചത്. The growth of the British Parliament led to the rise of the representative democracy. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു വളർച്ചയാണ് ഈ ഒരു നമ്മുടെ പ്രതിനിധി ജനാധിപത്യത്തിൻ്റെ ഒരു ഉയർച്ച അല്ലെ അതിൻ്റെ ആ ഒരു ഉന്നമനത്തിനായിട്ട് വഴിയൊരുക്കിയ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെൻ്ററി അതിൻ്റെ ആ ഒരു റൈസ് ആണ്. ഓക്കെ, British parliamentary democracy gained strength through constant confrontation with the monarchy. അതായത് രാജഭരണവുമായിട്ടും തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായിട്ട്. അഡൽട്ട് ഫ്രാൻസിസ് ആൻഡ് In a parliamentary democratic system, the government is governed by a council of ministers that is collectively responsible to the parliament. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഭരണം നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഭരണ നടത്തിപ്പ് പാർലമെന്റിനോട് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രിസഭ വഴിയാണ് നടത്തുന്നത്. അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന കാര്യവും അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ്, നമ്മുടെ പൗരാവകാശങ്ങളും are milestones in the history of the British parliamentary democracy. ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലത്തെ അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടെണ്ണം. ഏതൊക്കെ? അഡൽട്ട് ഫ്രാൻസിസും അതുപോലെ സിവിൽ റൈറ്റ്സും. ഓക്കെ, ദ ഫ്രഞ്ച് റെവല്യൂഷണറി ഐഡിയാസ് ഓഫ് liberty, equality and fraternity have also made great contribution to the values of representative democracy. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം, ഈ മൂന്ന് കാര്യങ്ങൾ എന്നീ ഫ്രഞ്ച് വിപ്ലവ ദർശനങ്ങളാണിത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഉണ്ടായിരുന്ന ഐഡിയൽസ് ആണ്. ദർശനങ്ങളും പ്രതിനിധി ജനാധിപത്യ മൂല്യങ്ങളിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഇനി നമ്മൾ കൂടുതലും പഠിക്കുന്നുണ്ട്. പാർലമെന്ററി സിസ്റ്റം ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ പാർലമെന്ററിയുടെ സംവിധാനവും പ്രസിഡൻസ് സംവിധാനമാണ്, രണ്ടെണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതെന്താണെന്ന് പഠിക്കാനുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ അവിടെ വരുന്നത്. നോക്കാം. ഇൻ ഡെമോക്രാറ്റിക് ഗവേണൻസ്
There are two models in practice: parliamentary system and presidential system. ജനാധിപത്യ ഭരണത്തിൽ പ്രധാനമായിട്ട് രണ്ട് രീതികളാണ് നടപ്പിലുള്ളത്: പാർലമെന്ററി സംവിധാനവും പ്രസിഡൻഷ്യൽ സംവിധാനവും. Democratic systems are classified in this way based on the relation between the executive branch and the legislature. അതായത് പ്രവർത്തന നിർവഹണ വിഭാഗവും അതുപോലെ നിയമനിർമ്മാണ സഭയും തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനാധിപത്യ സംവിധാനങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അതായത് തരം തിരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് സവിശേഷതകളാണ് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ സവിശേഷതകൾ. ഫീച്ചേഴ്സ് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റം. പാർലമെന്ററി സംവിധാനത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. The executive branch is controlled by the legislature. നിർവാഹക വിഭാഗം നിയമസഭയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. The power of the head of the state are nominal. രാഷ്ട്രതലവന്റെ അധികാരം പേരിന് മാത്രമുള്ളതാണ്. ജസ്റ്റ് അവർക്കൊരിതുണ്ട് എന്നല്ലാതെ അവരും തുല്യരാണെന്നുള്ള കാര്യം. The head of state is the king or queen or president. അതായത് ആ ഒരു മെയിൻ ആയിട്ടുള്ള ആള്, ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയൊക്കെ ആയിരിക്കും. നോക്കിക്കേ, ദ ഹെഡ് ഓഫ് ഗവൺമെന്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. സർക്കാരിലെ ഏറ്റവും വലിയ ഉന്നത പദവിയുള്ളത് പ്രധാനമന്ത്രിക്ക് ആയിരിക്കും. ഹെഡ് പ്രധാനമന്ത്രിക്ക് ആയിരിക്കും. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ ഓഫ് ദ പാർട്ടി ദാറ്റ് ഹാസ് ദ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേച്ചർ. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടേതാണ് പ്രധാനമന്ത്രിയെ നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ. പ്രധാനമന്ത്രിയെ മുഖ്യമാക്കി പ്രവർത്തിക്കുന്ന മന്ത്രിസഭ കൂട്ടായ ഉത്തരവാദിത്തത്തോടെ നിയമസഭയ്ക്ക് മുന്നിൽ ഉത്തരവാദിയാണ്. അതായത് പ്രധാനമന്ത്രിയെ ഇതായിട്ട് ഹെഡ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന മന്ത്രിസഭ കൂട്ടായ ഉത്തരവാദിത്തത്തോടെ നിയമസഭയ്ക്ക് മുന്നിൽ ഉത്തരവാദിയാണ്. ഇനി നോക്കിക്കേ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എന്തിനാണ്? പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആൻഡ് ദ ലെജിസ്ലേച്ചർ ആർ സെപ്പറേറ്റ്. നിർവാഹന വിഭാഗവും അതുപോലെ നിയമസഭയും രണ്ടും രണ്ടാണ്. The president serves both as the head of the state and the head of government. രാഷ്ട്രതലവനും സർക്കാരിൻ്റെ തലവനും ഒക്കെ ഒരാൾ തന്നെയാണ്, പ്രസിഡന്റ് ആണ് ഇതിൽ. All executive powers are vested in the president. എല്ലാ നിർവഹണ അധികാരങ്ങളും ആർക്കുള്ളതാണ്? കേന്ദ്രീകരിച്ചിട്ടുള്ളത് പ്രസിഡന്റിലാണ്. The president is directly elected by the people. പ്രസിഡന്റ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്താണ്. The president is not accountable to the legislature. അതായത് പ്രസിഡന്റ് നിയമസഭയ്ക്ക് ഉത്തരവാദി അല്ല. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പാണ് നമ്മൾ പഠിച്ചത്: പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും. രണ്ടിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു. പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഏറ്റവും സുപ്രീം അതോറിറ്റി ഓഫ് സുപ്രീം പവർ എന്ന് പറയുന്നത്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ആ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ കുറച്ച് അടിസ്ഥാന ഘടകങ്ങളെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടി, സ്വാതന്ത്ര്യം. ഓക്കെ, നമുക്ക് ആദ്യം വായിച്ച് നോക്കാം. Freedom is one of the necessary factors for democracy to exist as a political and social order. എന്താ പറയുന്നത്? സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക സംവിധാനമായി നിലനിൽക്കാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. Freedom is defined as the absence of restrictions. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകുക എന്നാണ് നിർവഹിക്കുന്നത്. അതായത്
ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. That is a state devoid of any external restrictions on individuals. അതായത് വ്യക്തികളിൽ പുറംലോകം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്. ഫ്രീഡം ഓൾസോ ഹാസ് എ ക്രിയേറ്റീവ് ഡയമെൻഷൻ. സ്വാതന്ത്ര്യത്തിനൊരു സൃഷ്ടിപരമായിട്ടുള്ള ഘടകവും ഉണ്ട്. In this sense, an opportunity to develop the capabilities of individuals can also be defined as freedom. ഈ ഒരു അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെയും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് വിളിക്കാം. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഇവിടെ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, ഇത് എന്താണ്? ഒരു പൊളിറ്റിക്കലോ സോഷ്യലോ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രീഡം, നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് വിലക്കില്ലാതെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഫ്രീഡം എന്ന് മെയിനായിട്ട് പറയുന്നത്. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് മെയിൻ ഒരു അർത്ഥം ഇതിൻ്റെ വരുന്നത്. പിന്നെ നമുക്ക് ഓരോ കഴിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അതും സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ലിബർട്ടിയുടെ ലഭ്യത ഇല്ലായ്മയായിട്ട് നമ്മൾ കൂട്ടും. ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The important freedom and freedom to move, freedom to organize, freedom to assemble and freedom to express. Of these, freedom to express serves as the foundation of democracy. പ്രധാനമായ സ്വാതന്ത്ര്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെന്താ അസംബിൾ ചെയ്യാൻ, സംഘടിപ്പിക്കാനുള്ള, എല്ലാവരും കൂടെ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഈ ഒരു സ്വാതന്ത്ര്യം പ്രധാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ ഇതിലാണ് ഉള്ളത്. ഇനി നോക്കിക്കുക, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. I disagree with what you say, but I will defend to the death for your right to say it. നീ പറയുന്നതുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ അത് പറയാനുള്ളത് നിന്റെ അവകാശമാണ്, അല്ലേ? ഞാൻ മരണപ്പെടുന്നത് വരെ പോരാടും. ഇതാരാണ്? വോൾട്ടയർ ആണിത് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടയറിൻ്റെ വാക്കുകളാണിത്. നോക്കാം. The above words indicate the importance of freedom of opinion and freedom of expression. മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, പ്രാധാന്യത്തെ പറ്റിയാണ് വ്യക്തമാക്കുന്നത്. Humans express their ideas in various ways. അതായത് വ്യക്തികൾ അവരുടെ ആശയങ്ങൾ വിവിധ രീതിയിൽ പ്രകടിപ്പിക്കുന്നു. As you know, conversation is the primary means used by individuals to express ideas. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സംഭാഷണ ആശയവിനിമയത്തിനായിട്ട് ആണ് കൂടുതലും എല്ലാവരും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ്. For a film director, cinema is the medium to express ideas. ഒരു ഫിലിം ഡയറക്ടറിനെ സംബന്ധിച്ച് സിനിമയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ ആ ഒരു മീഡിയം. എ റൈറ്റർ പ്രസൻസ് ഹിസ് വ്യൂസ് ത്രൂ ബുക്സ്. ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർശനങ്ങൾ, ചിന്തകളൊക്കെ ബുക്കിലൂടെ നമുക്ക് നമ്മുടെ മുന്നിലെത്തിക്കുന്നു. ഇഫ് ദേ ആർ ബാൻഡ്, ദ പീപ്പിൾസ് റൈറ്റ് ടു നോ ഈസ് ഡിനൈഡ്. ഇപ്പം അതൊന്നും പറ്റത്തില്ല, അതൊക്കെ നിരോധിതമാണെങ്കിൽ ആ ആൾക്കാർക്കുള്ള ആ ഒരു അവകാശത്തിൻ്റെ നിഷേധനമാണ് അവിടെ നടക്കുന്നത്. ഷെയറിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഡെമോക്രസി. അതായത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുകയും ഇവയിലേക്കുള്ള വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇനി നോക്കിക്കേ, അക്കോർഡിംഗ് ടു ജെ.എസ്. മില്ലിൻ്റെ അഭിപ്രായത്തിൽ നോ ഐഡിയ ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഏതൊരു ആശയവും പൂർണ്ണമായിട്ടും തെറ്റായത് അല്ല. ദർ മേ ബി എലമെൻറ്റ്സ് ഓഫ് ട്രൂത്ത് ഇൻ വാട്ട് വി തിങ്ക് ഈസ് റോങ്.
അതായത് നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുന്ന പലതും എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് കാണും. വെൻ വി പ്രൊഹിബിറ്റ് ആൻ ഐഡിയ ദാറ്റ് വി തിങ്ക് ഈസ് റോങ്, നമ്മളിപ്പോൾ ഒരു കാര്യം തെറ്റാന്ന് കരുതി അത് നിരോധിക്കുമ്പോൾ വി ലോസ് ഈവൻ ദ ട്രൂത്ത് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, അതിലുള്ള സത്യം കൂടെയാണ് നമുക്ക് ഇല്ലാതാവുന്നത്, അതിലുള്ള ആ ഒരു സത്യം കൂടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഫ്രീഡം ആൻഡ് റെസ്ട്രിക്ഷൻസ്, സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും. ഇതും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ നല്ല രീതിക്ക് നോക്കി വെക്കുക. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തുവാന്ന് വെച്ചാൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ് അല്ലേ. ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിബർട്ടി രണ്ടും ഒരു മീനിങ് തന്നെയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡത്തെ പറ്റി നമ്മൾ കുറച്ചുകൂടെ അടുത്തറിഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രീഡം ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഇത് ഇത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യവും കുറേ നിയന്ത്രണങ്ങളെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. Therefore, some instructions and rules that individuals should and should not do are necessary for social life. It restricts the intrusion upon another person's freedom. The value of freedom becomes meaningful only in a system where each individual respects the freedom of others. The thought that one's own opinions and beliefs are more powerful than those of others leads to conflict. In such cases, legal and political restrictions are needed. നമുക്ക് നോക്കാം എന്താണ് അർത്ഥം എന്ന്. നിയന്ത്രണങ്ങളില്ലാതെ സ്വാതന്ത്ര്യം പൂർണ്ണമാകത്തില്ല. അതിനാൽ സാമൂഹ്യ ജീവിതത്തിന്, അതായത് നമ്മുടെ സോഷ്യൽ ലൈഫിന് ചില നിർദ്ദേശങ്ങളും ആളുകൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ അനിവാര്യമാണ്, അതൊക്കെ വേണ്ടതാണ്. ഇവ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തകർക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം ആണെന്നും പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളുടെ സ്വാതന്ത്ര്യം നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഓരോ വ്യക്തിയും ആദരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം യഥാർത്ഥത്തിൽ അർത്ഥവത്താക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവർക്ക് എതിരാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്തരം സാഹചര്യങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്, ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിയന്ത്രണങ്ങളൊക്കെ എന്താ നീഡഡ്, ആവശ്യമുള്ളതാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതും ആവശ്യമുള്ളത് ആണ്. തേർഡ് പാർട്ട് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കാണുന്നത് വരെ ബൈ, സീ യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക.